ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് പുതിയ റെനോയുടെ ഡസ്റ്റും അതുപോലെ അത് ബേസ്ഡ് ആയിട്ടുള്ള നിസാൻ്റെ SUV. ഈ രണ്ട് വാഹനങ്ങളെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടും കുറച്ച് കാലമായി. ശരിക്കും 2025 വരേണ്ട വാഹനങ്ങളായിരുന്നു, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, ഈ വരുന്ന ഒക്ടോബർ 7 നമ്മുടെ നിസാൻ SUVയുടെ ഒരു റിവീൽ പോലെ ഉണ്ടാവും എന്ന് പറയുന്നു. പ്രോപ്പർ റിവീലായിരിക്കും എന്നറിയില്ല, ചിലപ്പോൾ അതിൻ്റെ ഡിസൈൻ കുറച്ച് പോർഷൻസ് ആയിട്ടൊക്കെ ഒരു ടീസ് ചെയ്യുമായിരിക്കും. കാരണം ഈ രണ്ട് വണ്ടികളുടെ ലോഞ്ചും അടുത്ത വർഷം നടക്കുകയുള്ളൂ, അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നടക്കുമായിരിക്കും. ആദ്യം വരുന്നത് ഒരു പക്ഷേ ഡസ്റ്റർ ആയിരിക്കും, ഓർ നിസാൻ്റെ വാഹനമായിരിക്കും. അതിലൊരു കൺഫർമേഷൻ നമുക്ക് ചിലപ്പം ഈ ഒരു ഒക്ടോബറിൽ കിട്ടും, ഒക്ടോബർ 7 കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഡസ്റ്ററിൻ്റെ ഒരു റിവീൽ പോലെ ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ നമുക്ക് കുറച്ച് ടീസർ ഇമേജസ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം, അത് മാത്രമേ ഉള്ളൂ. ഇൻ്റർനാഷണലി റെനോ ഡസ്റ്റർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാദ്യം ഇങ്ങനെയല്ല, ഡാഷ് ഡസ്റ്ററായിട്ടാണ് ഒറിജിനേറ്റ് ചെയ്തത്. നമുക്ക് ഇവിടെ വന്ന ഫസ്റ്റ് ജനറേഷൻ ഡസ്റ്റർ ആണെങ്കിലും ശരിക്കും ഡാഷ് ഡസ്റ്റർ തന്നെയാണ്. അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ പിന്നീട് ഗ്ലോബലി വന്നായിരുന്നു, നമുക്ക് ഇന്ത്യയിൽ കിട്ടിയില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പം ഇതിൻ്റെ തേർഡ് ജനറേഷൻ മോഡലാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു റെനോ വേർഷൻ ഈ വർഷം കുറച്ച് കാലം മുന്നേ ആയിട്ട് ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ വണ്ടി കാണാനുള്ളത് എന്നൊക്കെ ഏകദേശം അറിയാം. ഡാഷ് വേർഷൻ ഓൾറെഡി ഞാൻ ഇഷ്ടംപോലെ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഈവൻ റെനോ വേർഷനെ പറ്റിയും നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലും കുറേ പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ചില വണ്ടി കാണുമ്പോൾ എല്ലാവരും നിസാൻ്റെ വാഹനമാണ്, അല്ലെങ്കിൽ ചിലവർ ഇത് റെനോയുടെ വാഹനമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ രണ്ടിൻ്റെയും ക്യാമഫ്ലാജിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾ നിസാൻ്റെ ക്യാമഫ്ലാജ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഇത്തിരി ഡാർക്കായിട്ടുള്ള അകത്തെ കളർ ഷെയ്ഡ്സ് ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓർ ബേസിക് ക്യാമോഫ്ലാജിൻ്റെ അകത്തെ കളർ തന്നെ ഫുൾ ബ്ലാക്ക് ആണ് എന്ന് പറയും. അതിൻ്റെ അകത്ത് കുറച്ച് വൈറ്റ് സാധനങ്ങളാണ്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിസാൻ്റെ SUV ആണ്. പക്ഷേ അതേസമയം റെനോയുടെ വേർഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ബേസ് ക്യാമോഫ്ലാജ് എന്ന് പറയുന്നത് ആക്ച്വലി വൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് കാണുന്ന ബ്ലാക്ക് വരകളാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് റെനോ ലോഗോ നമുക്ക് കാണാൻ പറ്റും, മറ്റേ വണ്ടിയിൽ അതില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ മറ്റേത് ഇപ്പം നിസാൻ വേർഷനെ പലപ്പോഴും റെനോ ആയിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്, ഓർ റെനോ വേർഷൻ നിസാനായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഉള്ളൊരു പ്രശ്നം എന്തായാലും ഇനി ഉണ്ടാവില്ല. ഏതായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ ആക്ച്വലി റെനോ ഡസ്റ്റർ പുറത്തുള്ള വണ്ടിയും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയും സെയിം ആണ്. ബാക്കിലത്തെ നമ്മുടെ C-പില്ലർ മോഡ് ടെയിൽ ഗേറ്റ് ആണ്. പിന്നെ ഈവൻ റിയർ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെപ്പാടെ വ്യത്യാസം വരാൻ പോകുന്നത് മിക്കവാറും ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ ഷോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ അധികം ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ലായിരിക്കും, പക്ഷേ ഒരു തേർഡ് സ്ക്രീൻ പോലത്തെ ലേഔട്ട് ഇതിൽ കാണുന്നുണ്ട്. അത് ഇവർ കൊടുക്കുകയോ ഇല്ലയോ എന്നറിയില്ല. ചിലപ്പം ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി എല്ലാം ഒരു അഡീഷണൽ സ്ക്രീൻ വെച്ചിരിക്കുന്നതായിരിക്കും. ഏതായാലും ഇപ്പോഴത്തെ സ്പെഷ്യൽ ഷോട്ട്സിൽ ഇപ്പോൾ ഒരു തേർഡ് സ്ക്രീൻ ഇതുപോലെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇവർക്ക് തന്നെ ഫ്രണ്ടിൽ ഒരു 3 സ്ക്രീൻ ലേഔട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ അതൊരു എക്സ്ക്ലൂസീവ് ഫീച്ചർ ആയിരിക്കും. ഇതുവരെ എന്തായാലും ആരും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ടാറ്റയുടെ പുതിയ CRIയിൽ വരും, അതുമാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതും EV അല്ലാതെ പെട്രോൾ ഡീസൽ വേരിയൻസിൽ വരുമോ എന്നുള്ളത് അറിയില്ല. മിക്കവാറും അത് EV എക്സ്ക്ലൂസീവ് ആവാനും സാധ്യതയുണ്ട്. ഏതായാലും ഇവർക്കിപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ക്രെറ്റയാണ് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് വിക്ടോറിയസ് ആയിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷേ ഗ്രാൻഡ് വിറ്റാര ആയിക്കോട്ടെ, സെൽറ്റോസ് ആയിക്കോട്ടെ, എല്ലാം ഏകദേശം അത്യാവശ്യം നല്ല സെല്ലിംഗ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ഒന്നിലും നമുക്ക് 3 സ്ക്രീൻ ലേഔട്ട് ഫ്രണ്ടിൽ വരുന്നില്ല. സോ വേണമെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് കൊടുക്കാം. ബാക്കിയൊന്നും ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ വേണമെങ്കിൽ നോക്കാം. പക്ഷേ എന്തായാലും ഒരു പരിധി വരെ ഇത് നമ്മുടെ ഇൻ്റർനാഷണലി വരുന്ന ഇപ്പോഴത്തെ ഡസ്റ്ററുമായിട്ട് വളരെ സിമിലർ ആണ് എന്ന് പറയാം. ഇനി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന വേറെ കുറച്ച് സ്പൈ ഷോട്ട്സ് കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ക്യാമഫ്ലാജ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ആക്ച്വലി റെനോയുടെ വാഹനമല്ല, നിസാൻ്റെ SUV ആണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ കാണാം. ഒരു ഫ്ലാറ്റ് ബോട്ടം അല്ല, ആക്ച്വലി ടോപ്പിലും ബോട്ടം രണ്ടും ഫ്ലാറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. എനിക്ക് പേഴ്സണലി അത്തരത്തിലുള്ള ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീൽസ് ഇഷ്ടമല്ല, പക്ഷേ എനിവേ അത് ജസ്റ്റ് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ബാക്കി സാധനങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റോൺ ലിസ്റ്റ് നോക്കുകയാണെങ്കിലും നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ലേഔട്ട് അവിടെ കാണാം. ഇൻഫോർടൈം സിസ്റ്റം ആ പോർഷൻസ് എല്ലാം അവർ കംപ്ലീറ്റ്ലി ക്യാമഫ്ലാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ AC വൺസ് ആണെങ്കിൽ AC കൺട്രോൾസ് ആണെങ്കിലും മാനുവലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ ബേസിക് വേരിയൻ്റ് ആണ്. നിസാൻ്റെ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഫോട്ടോസുകൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, അതിൻ്റെ സ്റ്റീൽ ഡ്രംസ് ഒക്കെ ആയിരുന്നു. സോ അവരിപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഫുൾ ഫീച്ചേഴ്സ് ഉള്ള മോഡലായിരിക്കില്ല, പക്ഷേ ബേസ് മോഡലാണെങ്കിലും ഡിജിറ്റൽ ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ, പിന്നെ സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഫോട്ടോയിൽ. ഇതിൻ്റെ അകത്ത് ഇൻഫോർടൈം സിസ്റ്റം അവർ കവർ ചെയ്തിരിക്കുന്നതാണോ, അത് ഇൻഫോർടൈം സിസ്റ്റം ഇല്ലാത്തതാണോ എന്നും മറ്റൊരു കാര്യമായിട്ട് പറയാം. കാരണം ബേസ് മോഡലാണല്ലോ, അവർ അതിൻ്റെ അകത്ത് ഇൻഫോർടൈം സിസ്റ്റം കൊടുത്തില്ലെങ്കിൽ പ്രത്യേകിച്ചും സംഭവിക്കാൻ പോകുന്നില്ല. പൊതുവെ സെഗ്മെൻറ്റിലുള്ള ക്രെറ്റ ആയിക്കോട്ടെ, സെൽറ്റോസ് ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്ത് ഒന്നിൻ്റെയും ബേസിക് വേരിയൻ്റ് ഇൻഫോർടൈം സിസ്റ്റം ഇല്ല. ഈവൻ ഗ്രാൻഡ് വിറ്റാര ആണെങ്കിൽ അതിൻ്റെ അകത്തില്ല. ആകപ്പാട് ഇപ്പോൾ വന്ന് വിക്ടോറിയസിന് മാത്രമാണ് ബേസ് മോഡൽ നമുക്ക് 7 ഇഞ്ചസിൻ്റെ സ്ക്രീൻ കിട്ടുന്നത്. പിന്നെ കുഷാക്കിലും ടൈഗറിലും ഒക്കെ ബേസിൽ 7 ഇഞ്ച് സ്ക്രീൻ വരുന്നുണ്ട്.
അതായത് ഈ സെഗ്മെൻറ്റിലുള്ള ചില വാഹനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, എല്ലാ വണ്ടികൾക്കൊന്നും ബേസിൽ സ്ക്രീൻ ഇല്ല. ഇനി നമ്മളിപ്പോൾ ബേസ് വേരിയൻറ്റിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും അതുപോലെ ഡാഷ്ബോർഡിൽ ലേഔട്ടൊക്കെ ഏകദേശം കാണിച്ചു തന്നത് മാത്രം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്കറിയാം റെനോ നിസാൻ വാഹനങ്ങളുടെ രണ്ടും അവർ സെയിം സെഗ്മെൻറ്റിൽ വണ്ടി ഇറക്കുമെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിൽ രണ്ടും അത്യാവശ്യം ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കും. ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യും. പക്ഷേ നമുക്ക് ബാക്കി കാര്യങ്ങൾ, അതായത് ഡിസൈൻ ലേഔട്ട്, അതിപ്പോൾ എക്സ്റ്റീരിയറിൽ എന്തായാലും വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. ഈവൻ ഇൻറ്റീരിയറിലാണെങ്കിൽ നമ്മളിപ്പോൾ മാഗ്നൈറ്റും കൈകാര്യം നോക്കുകയാണെങ്കിൽ ഈവൻ രണ്ടിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വരെ കുറച്ച് വ്യത്യാസമുണ്ട്. നിസാൻ ആദ്യം കുറച്ച് ചീപ്പായിരുന്നു, റെനോ കൈകാർ ഇറക്കിയപ്പോഴേക്കും ഇത്തിരി കൂടെ ബെറ്റർ ആക്കിയിട്ട് ഇറക്കി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് നോക്കുകയാണെങ്കിൽ നിസാൻ്റെ അകത്ത് നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നുണ്ട് മാഗ്നൈറ്റിൽ. പക്ഷേ റെനോ ഇപ്പോഴും ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേനകത്ത് ലെതർ ഫിനിഷ് ടോപ്പ് പോർഷനിലൊരു നമ്മുടെ നടുവിൽ ഓറഞ്ച് കളർ മാത്രം വരുന്നുണ്ടെന്നേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതായാലും അങ്ങനെയുള്ള ഡിഫറൻസ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ മിക്കവാറും കിട്ടുമായിരിക്കും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. പക്ഷേ അതല്ലാതെ നമുക്ക് ഡാഷ്ബോർഡ് ലേഔട്ടിൽ ആസ് സച്ച് എന്തായാലും നല്ല വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡിസൈൻ വെച്ചും നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് വാഹനങ്ങളും പ്രിഫർ ചെയ്യാം. അല്ലാതെ മെക്കാനിക്കലി രണ്ട് വാഹനങ്ങളും എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഈവൻ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും സെയിം തന്നെ ആയിരിക്കും. നമുക്കിതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഈ രണ്ട് വാഹനങ്ങളുടെ രണ്ട് കമ്പനികളുടെ സൈഡിൽ നിന്നും കിട്ടിയിട്ടില്ല. ചിലവർ ടർബോ പെട്രോൾ എഞ്ചിൻസ് ആയിരിക്കും മിക്കവാറും ഇനീഷ്യലി വരുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ 1 ലിറ്റർ ടർബോ ആയിരിക്കും മാഗ്നൈറ്റിലും കൈകാരിലും ഒക്കെ ഉള്ളത്. 100 PS പവറാണ് ഒറിജിനലി മാഗ്നൈറ്റിലും കൈകാര്യം ജനറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും ഇത്തിരി കൂടെ പവർ ബൂസ്റ്റ് ചെയ്യുമായിരിക്കും. 160 Nm ടോർക്കാണ് സ്റ്റോക്ക് ഉള്ളത്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പം ടർബോ പെട്രോൾ എഞ്ചിൻസ് ആകെപ്പാടെ നമുക്ക് ഇനീഷ്യൽ, അതായത് ബേസിക് വേരിയൻസ് മുതൽ കിട്ടുന്നത് കെർവിൽ കിട്ടുന്നുണ്ട് 1.2 ടർബോ. പിന്നെ നമ്മുടെ കുഷാക്കിലും ടൈഗണിലും 1 ലിറ്റർ ടർബോ കിട്ടുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ. ബാക്കി വാഹനങ്ങളെല്ലാം 1.5 എന്നെയാണ് പൊതുവെ എല്ലാവരും കൊടുക്കാറുള്ളത്. ഇനിയിപ്പം വരാൻ പോകുന്ന നമ്മുടെ സിയറയിലാണെങ്കിൽ പോലും 1.5 എന്നെയും 1.5 ടർബോ ആയിരിക്കും വരുന്നത്. ഈ വണ്ടിയിൽ ഒരു 1 ലിറ്റർ ടർബോ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 100 bhp മുകളിൽ പവർ കൊടുക്കേണ്ടി വരും. ഇനി അതല്ലാതെ ടർബോ പെട്രോളിൻ്റെ കാര്യത്തിൽ 1.3 ടർബോ ആണ് അവർ ഡസ്റ്ററിലും കിക്സിലും ഒക്കെ ലാസ്റ്റ് കൊടുത്തിരുന്നത്. മിക്കവാറും അത് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. അതിന് പുറമെ ഈ വണ്ടികളിൽ ഹൈബ്രിഡ് പവർ ട്രെയിൻ വരുന്നതിനെ പറ്റിയും ഒരു റൂമർ ഉണ്ടായിരുന്നു. ആക്ച്വലി നിസാനും തന്നെ ഇന്ത്യക്ക് വേണ്ടി ഹൈബ്രിഡ് പവർ ട്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയും കുറച്ച് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇനീഷ്യലി വരില്ല എങ്കിലും ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ സെഗ്മെൻറ്റിൽ നിന്നല്ല, പൊതുവെ പല കമ്പനികളും ഇപ്പോൾ ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ മാത്രമല്ല, നമ്മുടെ മഹീന്ദ്ര ഇപ്പോൾ ഹൈബ്രിഡ് വാഹനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോക്സ് വാഗനും സ്കോഡയും ഇന്ത്യയിൽ ഹൈബ്രിഡ് വാഹനങ്ങൾ ഇറക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ ഹ്യുണ്ടായും കെ ആണെങ്കിലും ഹൈബ്രിഡ് വാഹനങ്ങൾ ഇറക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരും ഹൈബ്രിഡ് ഇറക്കി കഴിഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ആകെപ്പാടെ മാരുതി വാഹനങ്ങളും, അതായത് ബേസിക്കലി ടൊയോട്ടയുടെ ഹൈബ്രിഡ് സിസ്റ്റം മാത്രമേ ഇപ്പോഴും കിട്ടുന്നുള്ളൂ. സുസുക്കിയുടെ വാഹനങ്ങൾ അതിവിടെ വരുന്നുണ്ട് എന്ന് മാത്രം, വിക്ടോറിയസിലും ഗ്രാൻഡ് വിറ്റാരിലൊക്കെ, പിന്നെ ഇൻവിക്ടോവും ഒരു പരിധി വരെ. പക്ഷേ ടൊയോട്ടയ്ക്ക് നമുക്കിപ്പം ഹൈക്രോസിൽ കിട്ടുന്നുണ്ട്, ഹൈറൈഡറിൽ കിട്ടുന്നുണ്ട്, ബെൽഫയറിൽ കിട്ടുന്നുണ്ട്, ക്യാമറയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങൾ അവരിവിടെ ഹൈബ്രിഡ് ആയിട്ട് തന്നെ ഇറക്കുന്നുണ്ട്. ഇവർക്ക് നോർമൽ പെട്രോൾ ടു ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഒരു പ്രൈസ് ക്യാപ്പ് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഇറക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയും അതുപോലെ ഹൈറൈഡറൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രൈസ് ക്യാപ്പ് ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്, 3 to 3.5 ലക്ഷം. അത്രയും അഡീഷണൽ സ്പെൻഡ് ചെയ്ത് ഹൈബ്രിഡ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിൻ്റെ ഓൾറെഡി വരുന്ന 1.5 എൻ എഞ്ചിൻസ് കുറച്ച് സ്ലഗിഷ് ആയതുകൊണ്ടും ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ കുറച്ചധികം സ്ലഗിഷ് ആയതുകൊണ്ടും അത് ബെറ്റർ ആണെന്ന് പറയാം. പിന്നെ മൈലേജും കൂടുതൽ കിട്ടും. പക്ഷേ അല്ലാത്ത പക്ഷം ടർബോ പെട്രോൾ എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ പവറിൻ്റെ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, ആകെ മൈലേജ് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇനി ഹൈബ്രിഡ് വണ്ടികൾ ഇറക്കുന്ന കമ്പനികൾ ചെയ്യേണ്ടത് ഇത്രയും വലിയ പ്രൈസ് ക്യാപ്പ് കുറച്ച് അതൊരു 1 to 1.5 lakhs ഇടയിലൊക്കെ ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഈ രണ്ട് വാഹനങ്ങളെ പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അതുവരെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.